പൂർണ്ണമാകുന്നു മത്സരം. ഇന്ത്യ വിജയിക്കുന്നു 96 റൺസിന്. നമുക്ക് ആഘോഷിക്കാമെന്നതിനേക്കാളുപരി വേറൊന്നും പറയാനില്ല. കണ്ണുനീർ കൊഴിയുന്ന കാഴ്ച അഹമ്മദാബാദ് സ്റ്റേഡിയം. നമുക്ക് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇതാ 96 റൺസിന്റെ വിജയം. ഇത് ഇന്ത്യൻ ജേഴ്സിയിൽ അണിയുന്ന ഓരോരുത്തരുടെയും വിജയമാണ്. 1,20,000 കാണികൾ ആ ഗ്രൗണ്ടിലുണ്ട്. ഒരാളെങ്കിലും ഇരിക്കുന്നതായി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നാൽ അപ്പോൾ നിർത്താം ഈ പണി. അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഓരോ കാണികൾക്കും ഈ ഒരു കിരീടം. കാരണം എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 2024 ടൂർണമെന്റ് ജയിച്ചാൽ അടുത്ത വർഷം ഈ ടൂർണമെന്റിൽ ജയിക്കില്ല, ഹോം മത്സരത്തിൽ ഈ ടൂർണമെന്റ് എടുക്കില്ല, 2 വട്ടത്തിൽ കൂടുതൽ ഈ ടൂർണമെന്റിൽ ഒരു ടീമും കപ്പുയർത്തില്ല എന്നുള്ളത്. നോക്കടാ സൂര്യകുമാർ യാദവിന്റെ മുഖം. സ്വാഭാവികമായിട്ടും സന്തോഷ കണ്ണീരിൽ നിൽക്കുകയാണ് ഓരോ കാണികളും. പക്ഷേ നമ്മുടെ മലയാളി താരം, വിഴിഞ്ഞം താരം, തിരുവനന്തപുരം പയ്യൻ സഞ്ജു സാംസന്റെ പേര് പറയാതെ എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും ഈ വിജയം? അയാൾ കൊണ്ടുതന്ന സെമി ഫൈനൽ, ഫൈനൽ ബർത്തിൽ നിന്ന് ഇന്നത്തെ മത്സരത്തിൽ പോലും ഏറ്റവും മികച്ച തുടക്കം. വെടിക്കെട്ടുകൾ, പടക്കങ്ങൾ ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ജനത. തെരുവുകളിലേക്ക് ഇറങ്ങുന്നു. ഷെഫ് സഞ്ജു കിവി ഫ്രൈ റെഡി. സഞ്ജു നയിച്ചു, ജയിച്ചു ഈ മത്സരം. സഞ്ജു നൽകിയ തുടക്കം അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുകയായിരുന്നു. സാന്റനറുടെ അധപതനം. ടോസ് ന്യൂസിലൻഡ് ജയിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയ കണ്ടകശനിയാണെന്ന് തോന്നുന്നു ഈ മത്സരത്തിൽ. സാന്റനർ ആകെ ജയിച്ചതും ന്യൂസിലൻഡ് ആകെ ജയിച്ചതും ആ ടോസ് സമയത്ത് മാത്രമാണ്. അല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ന്യൂസിലൻഡ് ഇന്ത്യക്ക് മേൽ ഒരു ആധിപത്യം പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതം ഗംഭീറിന്റെ മുഖത്ത് ഒരു റിലീഫ് ഉണ്ട്. സൂര്യകുമാർ യാദവിന് ഇനി ദീർഘശ്വാസം വിടാം. പ്രസ് മീറ്റിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്ന ഓരോ വാചകങ്ങൾ പോലും നമ്മൾ എഴുതി തള്ളിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അയാൾക്കും വിടരും സന്തോഷവും ചിരിയും. ഹിസ്റ്ററി ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരിക്കൽ പോലും ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് ജയിച്ചിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ടീം മാറ്റിക്കുറിക്കുന്നു. റിങ്കു സിംഗിനെ നോക്കുക. അയാളുടെ പേര് പറയാണ്ടും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അയാളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും വേഗം കുടുംബത്തിലേക്ക് പോയി അടുത്ത മത്സരം ഇന്ത്യ ഇറങ്ങുന്നതിന് മുമ്പ് ടീം ക്യാമ്പിലേക്ക് തിരികെ എത്തിയ മനുഷ്യനാണ് റിങ്കു സിംഗ്. അയാൾക്കറിയാം അയാൾക്ക് ടീമിൽ സ്ഥാനമില്ല എന്നും. അതറിഞ്ഞിട്ടും അയാൾ ടീമിലേക്ക് ജോയിൻ ചെയ്തു. അയാളുടെ നാഷണൽ ഡ്യൂട്ടി നിറവേറ്റി. അതിനു വേണ്ടിയിട്ടും എഴുന്നേറ്റ് നിന്ന് കയ്യടികൾ കൊടുക്കണം റിങ്കു സിംഗ് എന്ന മനുഷ്യനും. അയാൾ നടത്തുന്ന കമ്മിറ്റ്മെന്റിനും വേണ്ടി ഇന്ത്യൻ താരങ്ങൾ ഓരോരുത്തരും 15 പേരും റിസർവ് ആയിരുന്നപ്പോൾ, തുടക്കത്തിലെ മത്സരത്തിൽ ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കായിരുന്നപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ഫോൺ കോൾ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മുഹമ്മദ് സിറാജ് വന്ന് 3 വിക്കറ്റുകൾ പിഴുതെടുത്തു കൊണ്ടുപോയി. USA നിന്ന് തുടങ്ങിയ ആ വിജയം തൊട്ട് ആകെ പിഴച്ചത് ഒരൊറ്റ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതും ഇതേ സ്റ്റേഡിയത്തിൽ 76 റൺസിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ 96 റൺസിന് ജയിക്കാനും ഞങ്ങൾക്കറിയാമെന്ന് അതേ സ്റ്റേഡിയത്തിൽ വിളിച്ചു പറയുന്ന ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ ത്രിവർണ്ണ പതാകകൾ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനുള്ളിൽ ഉയർത്തിക്കെട്ടുമ്പോൾ വിഴിഞ്ഞവും അതുപോലെ ആഘോഷിക്കും. കാരണം മലയാളത്തിലേക്ക്, കേരളത്തിലേക്ക് ആ T20 ലോകകപ്പ് കിരീടം വരുന്നു. അത് സഞ്ജുവിന്റെ തോളിലേറി വരുന്നു. ഒരൊറ്റ കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് സഞ്ജു സാംസന്റെ കൈകളിലേക്കാണോ എത്തുന്നത്? എല്ലാ ഘടകങ്ങളും അങ്ങോട്ടേക്ക് തന്നെയാണ് നീളുന്നത്. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം, ഒരു കൊതി. സഞ്ജു സാംസണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്നത് കാണാനായി, ആ പേര് ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കാനായി, ലോക ക്രിക്കറ്റ് മുഴുവനായി ഉറ്റുനോക്കുന്ന ഈ നിമിഷത്തിൽ, ഈ സമയത്തിൽ അയാളുടെ പേര് അവിടെ കേൾക്കുന്നത് കാണാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോകുന്നു, ആ അവാർഡ് അയാളുടെ കൈകളിലേക്ക് തന്നെയാണോ കിട്ടുന്നത്? ആഘോഷം, ബാൻഡ് മേളം, ചെണ്ടകൊട്ട് കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇത് ആഘോഷങ്ങളുടെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. വരാൻ പോകുന്ന ഓരോ നിമിഷങ്ങളും സ്വാഭാവികമായിട്ടും കണ്ണുനീരിൽ നിൽക്കും. അത് സങ്കടത്തിന്റെ അല്ല, ആനന്ദ കണ്ണുനീർ പൊഴിയും ആ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. മാത്രമല്ല 140 കോടി ഇന്ത്യൻ ജനതയുടെ മനസ്സിലും കണ്ണിലും. ഓരോ തെരുവുകളും ഇന്നുറങ്ങില്ല. എല്ലാവരും ആഘോഷിക്കും, തെരുവുകളിലേക്ക് ഇറങ്ങും. ബൈക്ക് റാലി, കാർ റാലി, ത്രിവർണ്ണ പതാകകൾ ഇങ്ങനെ പാറി പറന്നുകൊണ്ട് നടക്കും. ഈ രാത്രിയിൽ, ഈ രാവിൽ അത് തന്നെ നമ്മൾ കാണുകയും ചെയ്യും. വൺ സൈഡഡ് ഗെയിം ആയിരുന്നു ഇത്. ഇതൊരു ഫൈനലിന് വേണ്ടിയിട്ടുള്ള അവസാന നിമിഷ പോരാട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഫൈനൽ. 2007 5 റണ്ണിന് മാത്രം ജയിച്ച ഇന്ത്യ, 2004 7 റണ്ണിന് മാത്രം ജയിച്ച ഇന്ത്യ. ഇത് ആധികാരികമായി 2026 96 റൺസ്. എപ്പടി 90
96 റൺസിന് വിജയിച്ചു നിൽക്കുന്നു. ടെസ്റ്റിൽ തോൽവി അറിയുന്ന ഗംഭീർ, കോച്ചായി മാറ്റണം, നീക്കം ചെയ്യണം എന്ന് പറയുന്ന ഗംഭീറിന് ആശ്വസിക്കാം. ഗംഭീറിനെ ആരും അവിടെ നിന്ന് മാറ്റാൻ പോകുന്നില്ല എന്നുള്ളത്. സൂര്യകുമാർ യാദവ് ജയിച്ചതിന് ശേഷം നേരെ നോക്കിയത് ഗംഭീറിന്റെ മുഖത്തേക്കാണ്. കോച്ച് ഹാപ്പി എങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി. സാംസണെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൂര്യകുമാർ യാദവ് പറയാതെ പറയുന്നുണ്ട്, മോനെ പ്രസ് മീറ്റിൽ നിന്നെ ഞാൻ കളിയാക്കിയത് പോലെ തോന്നിയെങ്കിൽ ഐ എം സോറി എന്നത് തന്നെ. അയാൾ തൊപ്പിയൂരി സഞ്ജു സാംസണെ ഗ്രൗണ്ടിൽ നിന്നും വണങ്ങിയപ്പോൾ തന്നെ അത് വ്യക്തമായിരുന്നു. അപ്പോൾ തന്നെ അയാൾ പറയുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ വീണ്ടും 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 ആ കാഴ്ചകൾ ആവർത്തിക്കുന്നു. തുടർച്ചയായി 3 മത്സരങ്ങളിൽ 80-ന് മുകളിൽ റൺസ്, ആവറേജ് സഞ്ജു സാംസൺ അവസാന 3 മത്സരങ്ങളിൽ നമുക്ക് തന്ന സംഭാവന. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സാരംഗ് എന്തെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ ഈ നിമിഷം ഇനി കളി തുടങ്ങാൻ പോകുന്നു. നമ്മളെ കളി ആര് സഞ്ജു സാംസണും കേരളത്തും പിന്നെ ഇന്ത്യ ജയിച്ചില്ലേ? ഇനി എന്താണ് കളി? ഇനി എന്നാ കളി? ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമാണ്. സൂപ്പർ കളിയാണ് കേട്ടോ. ഇത് സഞ്ജുവിനെ ഉപേക്ഷിച്ച് പറ്റിയ കളിയാണ്. ഇത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് സഞ്ജു. സഞ്ജുവിന്റെ ഫോമാണ് കപ്പ് കിട്ടാനേ ചാൻസ്. കപ്പടിച്ചിരിക്കുകയാണ്. നാട്ടിൽ വരുമ്പോ ഇതിന്റെ അപ്പുറം ഇതായിരിക്കും. സഞ്ജു വരും ഇവിടെ, വരാതിരിക്കത്തില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ സൂര്യകുമാർ യാദവും സഞ്ജുവും കൂടി ഒരുമിച്ചിറങ്ങിയപ്പോൾ സൂര്യ പറഞ്ഞൊരു വാചകമുണ്ട്, ചേട്ടന് വഴിമാറി കൊടുക്കടാ എന്ന്. വഴിമാറി കൊടുക്കടാ സഞ്ജു സാംസണ്. കാരണം അയാൾ വരുന്നത് അയാളുടെ ഇന്നിങ്സ് കളിച്ചിട്ടാണ്, ടീമിനെ ജയിപ്പിച്ചിട്ടാണ്. വഴിമാറി കൊടുക്ക് ആ മനുഷ്യന്. അയാളുടെ ജൈത്രയാത്ര അയാൾ തുടരും. ഓപ്പണിംഗ് പൊസിഷൻ മോഹിച്ച് ഇനി ആരും വരണ്ട. അയാൾ ആ സ്ഥാനം ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ കിരീടം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ കിരീടം ആർക്കും കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. എത്രയോ ഡൗൺഫോളുകൾ ഈ 31 വയസ്സിൽ അനുഭവിച്ചറിഞ്ഞ സഞ്ജു വിശ്വനാഥൻ സാംസൺ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ചിരിച്ചുകൊണ്ട് തന്റെ T20 ടീമിലെ സ്ഥാനം അങ്ങ് ഉറപ്പിക്കട്ടെ ഭായ്. എന്തൊക്കെ രീതിയിലുള്ള ലോബി പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവസാനം ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ BCCIക്ക് കൊടുത്തൊരു കൊട്ടാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം സെഞ്ചുറി അടിച്ചു കഴിഞ്ഞ മത്സരത്തിന് ശേഷം അയാൾ പിന്നീട് ഒരു ഏകദിന മത്സരം കണ്ടിട്ടില്ല. പക്ഷേ ഈ T20 ലോകകപ്പ് നിങ്ങൾക്ക് സഞ്ജുവിന്റെ പ്രകടനത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. നിങ്ങൾ ഒരു മത്സരം കണ്ടില്ലെന്ന് നടിച്ചോ, 2 മത്സരങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചോ, ഫൈനൽ മത്സരം കണ്ടില്ലെന്ന് നിങ്ങൾക്ക് നടിച്ചാലും ഈ 140 കോടി ജനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കില്ല. അവർ കണ്ടു എന്താണ് ഇന്നത്തെ മത്സരത്തിൽ ഈ മലയാളി താരം നൽകിയ സംഭാവന എന്നത്. അത് മൊത്തത്തിൽ ഒരു ടീമിനെ എത്രമാത്രമായി മാറ്റിയെടുത്തു എന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇന്ത്യയൊട്ടാകെയുള്ള തെരുവുകളിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. ഇന്നാരും ഉറങ്ങില്ല. എല്ലാവരും കാത്തിരിക്കുന്നത് ആ കിരീടം സൂര്യകുമാർ യാദവ് ഏറ്റുവാങ്ങി തന്റെ ടീംമേറ്റ്സുമായിട്ട് ആഘോഷിക്കാനാണ്. ഗാലറിയിലുണ്ട്. അവിടെ 2007 ട്രോഫി തന്ന മഹേന്ദ്ര സിംഗ് ധോണിയും 2024 ട്രോഫി തന്ന രോഹിത് ശർമ്മയും അവിടെ ഉണ്ട്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തന്റെ ഇനിയുള്ള തലമുറയ്ക്ക് കപ്പുകൾ ഏറ്റുവാങ്ങുന്നത് കാണാനായി അവർ ആ ഗാലറിയിൽ ഇരിപ്പുണ്ട്. അവർ നൽകുന്ന കോൺഫിഡൻസ്, ഗ്രൗണ്ടിൽ നൽകുന്ന സംഭാവനകൾ, ഇതെല്ലാം ടീമിലെ 11 പേരുടെയും രക്തത്തിലൂടെ ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ആഘോഷിക്കുകയാണ് കേരളം. സ്വാഭാവികമായ ആഘോഷം എങ്ങനെ ആഘോഷിക്കാണ്ടിരിക്കുക? 2007 പ്രഥമ T20 ലോകകപ്പിൽ ഉയർത്തിയടിച്ച ക്യാച്ചിൽ ഇന്ത്യ ശ്രീശാന്ത് ടേക്സ് ഇറ്റ് എന്ന് രവി ശാസ്ത്രി കമന്ററി ബോക്സിൽ പറഞ്ഞപ്പോൾ ആ ക്യാച്ച് ഭദ്രമായി ഒതുക്കിയ ശ്രീശാന്തിൽ നിന്ന് തുടങ്ങി. ഇതാ 2024 ഓപ്പണിംഗ് സ്ലോട്ട് കിട്ടുമ്പോൾ 89 റൺസ് അടിച്ച് സഞ്ജു സാംസൺ നിൽക്കുമ്പോഴും ആ മലയാളി ടച്ച് ഉണ്ട്. ഇന്ന് ഈ ഇവനോട് ശബ്ദപ്രിക്ക് പിന്നെ പോയ ഒരു കളി ആര് അവനോട് 96 അടിച്ച് 3 കളി അടിച്ചത് അവനാണ്. ന്യൂസിലാൻഡ് കാലി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് സഞ്ജുവിനെ ഫോം ഔട്ടാക്കി. അതിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തത്. ഈ പതാകയ്ക്ക് വേണ്ടി അയാൾ കൊടുത്തത്. അത്ര മാത്രമേ പറയുള്ളൂ. ഒന്നുമല്ല. ഈ പതാകയ്ക്ക് വേണ്ടി അയാൾ കളിച്ചു. അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അയാളുടെ സെഞ്ചുറി നോക്കിയില്ല, അയാളുടെ ഹാഫ് സെഞ്ചുറി നോക്കിയില്ല. ഇയാൾ ഈ പതാകയ്ക്ക് വേണ്ടി കളിച്ചു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിച്ചു. അത്രേ ഉള്ളൂ. ഞങ്ങൾ
ആ പ്രതികരണം പോലെ തന്നെയാണ് അയാൾ അയാളുടെ പതാകയ്ക്ക് വേണ്ടിയാണ് കളിച്ചത്. ഒരു ഇന്നിംഗ്സിൽ പോലും സെൽഫിഷ് ആയിട്ട് അയാൾ കളിച്ചിട്ടില്ല. ആ ടീമിലുള്ള ആരും കളിച്ചിട്ടില്ല, അതും എടുത്തു പറയണം. സഞ്ജു മാത്രമല്ല, ആ ടീമിലുള്ള 11 പേരും ആരും സെൽഫിഷ് ആയിട്ട് കളിച്ചിട്ടില്ല. പലർക്കും സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായപ്പോൾ പോലും ടീമിന് വേണ്ടി ഒരു പന്ത് പോലും മാറ്റിവെക്കാൻ അവരാരും തയ്യാറായില്ല എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ടീമിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ കപ്പടിക്കും എന്നുള്ളത് തന്നെ വീണ്ടും തെളിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് പറയുന്നത്. എന്തായാലും കിവി റോസ്റ്റ് ആണ്, കിവി ഫ്രൈ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, കിവി ഡീപ്പ് റോസ്റ്റ്. മിച്ചൽ സാന്റ്നർ അടവുകളെല്ലാം പയറ്റി എല്ലാ രീതിയിലും ഓരോ പ്ലാനുകൾ മാച്ചപ്പുമായിട്ടൊക്കെ ഇറങ്ങി. പക്ഷേ കളിച്ചത് ഇന്ത്യയോടാണെന്ന് സാന്റ്നർ ഓർത്തില്ല. കളിച്ചത് സൗത്ത് ആഫ്രിക്കയോടല്ല, കളിച്ചത് ഇന്ത്യയോടാണ്. കളിച്ചത് ചോക്കേഴ്സിനോടല്ല, കളിച്ചത് ഇന്ത്യയോടാണ്. എന്തായാലും 96 റൺസിന്റെ ആധികാരിക ജയം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ ഇത് 5 റണ്ണിനോ 10 റണ്ണിനെയോ അവസാന നിമിഷത്തിലെ വിജയമോ അല്ല. ഒരുപക്ഷെ ന്യൂസിലൻഡ് ബാറ്റിംഗ് തുടങ്ങി 4 ഓവർ പിന്നിട്ടപ്പോൾ തന്നെ ഈ മത്സരത്തിന്റെ ഗതി ഇതാകുമെന്ന് അപ്പോൾ തന്നെ ഉറപ്പായിരുന്ന ഘട്ടമാണ്. സഞ്ജു ഇനിയാണ് പറക്കാൻ പോകുന്നത്. അയാളുടെ ഇന്നിംഗ്സ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നടത്തിയിട്ടുണ്ട് 3 കൊട്ടുകൾ, 3 വ്യത്യസ്തമായ കൊട്ടുകൾ, 3 ഗംഭീരമായ ടീമുകൾക്കെതിരെ. ഇതിൽ കൂടുതൽ അയാൾ ഇനി തെളിയിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല സാർ. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. T20 ടീമിൽ ഇനിയും അയാൾ ഓപ്പണിംഗ് സ്ഥാനത്ത് തന്നെ തുടരും. നിങ്ങൾ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പ്രതിഷേധിച്ച് തന്നെ അതിൽ തുടരും. ആജ്ഞ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അവിടുത്തെ എന്താണ് വിശേഷങ്ങൾ, എങ്ങനെയുണ്ട് ആഘോഷങ്ങൾ? വലിയ ആവേശത്തിലാണ് കാണാം ഇവിടെ ചേച്ചിമാരൊക്കെ. നല്ല മാച്ചായിരുന്നു, ഇന്ത്യ ജയിച്ചു. വളരെ സന്തോഷം ഇന്ത്യ ജയിച്ചതില്. സഞ്ജു നമ്മളെ കാത്തു, ബുംറ നമ്മളെ കാത്തു. ശരിക്കും ഹരി സഞ്ജുവാണ് താരം. ശരിക്കും നമുക്കറിയാം, ഹരി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഈ കളിയിലൂടെ നേടാൻ പറ്റുന്ന പല റെക്കോർഡുകൾ, അതിനൊപ്പം സഞ്ജു ഇന്നും നേടിയ 24 സിക്സ്, ഈ ഇന്നിംഗ്സിലെ ഏറ്റവും കൂടുതൽ സിക്സ് എന്നുള്ള നേട്ടം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത 2ാമൻ എന്നുള്ള നേട്ടം തുടങ്ങിയവയൊക്കെ. അത് മാത്രമല്ല സഞ്ജുവിന്റെ അഭിഷേകിന്റെ കൂട്ടുകെട്ട്, അഭിഷേകിന്റെ ഏറ്റവും ഫാസ്റ്റ് ഹാഫ് സെഞ്ചുറി തുടങ്ങിയ നേട്ടങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ വലിയ ആഘോഷത്തിലാണ് ഇവിടെയുള്ള നേരത്തെ തന്നെ. അതായത് ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ കടന്നു ഈ ആഘോഷം ശരിക്കും തുടങ്ങിയിട്ടുള്ളൂ വേണം പറയാൻ. എന്റെ പേര് സാബിറാണ്. ഇന്ത്യ ജയിച്ചു നല്ല സന്തോഷമായ ഇന്ത്യ ജയിച്ചു നല്ല സന്തോഷം കിട്ടി. ചേട്ടൻ വന്നു, കപ്പ് തൂക്കി. ഒരു രാജ്യത്തെ 140 കോടി ജനങ്ങളെ മുഴുവൻ ചേട്ട എന്ന് വിളിപ്പിച്ച മുതൽ, അതിപ്പോ വാങ്കഡെ സ്റ്റേഡിയം ആയാലും ചെപ്പോക്കായാലും ഏത് ഗ്രൗണ്ടിൽ പോയാലും ചേട്ടാ ചേട്ടാ എന്ന് വിളിപ്പിച്ച മുതലാണ് നമ്മുടെ സഞ്ജു ചേട്ടൻ. സഞ്ജു ചേട്ടൻ കപ്പ് ഇനി തിരുവനന്തപുരത്തേക്ക് ഒന്ന് പറയല്ലോ, സഞ്ജുയുടെ കപ്പ് തൂക്ക്. ആഘോഷമാണ് ഹരി ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഴിഞ്ഞത്തിന്റെ, അതായത് സ്വന്തം നാട്ടുകാരൻ കൂടിയാണ്. മാത്രമല്ല BCCക്കെതിരെ അടക്കം, അതായത് സെലക്ടർമാരടക്കം ഒരു കൃത്യമായ രീതിയിൽ സെലക്ടേഴ്സിന്റെയും അടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ. അതായത് വലിയ രീതിയിൽ ക്രിക്കറ്റ് ആരാധകരാണ് ഇവിടെയുള്ളത്. സഞ്ജുവിനെ പോലെയുള്ള വലിയ കളിക്കാർ ഇനിയും ഇവിടെ നിന്ന് വളർന്നു വരേണ്ടതുണ്ടെന്ന് അടക്കമുള്ള കൺസേണുകളാണ് അവർ അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ക്യാമറയിൽ ദ ലെജൻഡറി ഫ്രെയിം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ താരങ്ങളും അവരവരുടെ ഐക്കോണിക് സിഗ്നേച്ചർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മുഖത്ത് റിലീഫ് കാണാം. കെട്ടിപ്പിടിച്ച് ആഘോഷിക്കുന്നു കുടുംബാംഗങ്ങൾക്കൊപ്പം. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര റിലീഫാണ്. എല്ലായ്പ്പോഴും അത് തന്നെയാണ് നമ്മൾ കാണാറുള്ളത്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച, എത്രയോ നാളുകളായി കുടുംബം വിട്ട് മാറി നിൽക്കുന്ന കാഴ്ച. പറയുന്ന റിങ്കു
സിംഗ് ഉൾപ്പെടെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ പിതാവ് നഷ്ടപ്പെടുന്നതും ഈ ടൂർണമെന്റിലിടയിൽ നിന്നാണ്. പക്ഷേ ആ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഉടനെ നാഷണൽ ഡ്യൂട്ടിയിലേക്ക് വന്ന റിങ്കു സിംഗിനെ എങ്ങനെ വിളിക്കണം, പോരാളി എന്ന് വിളിക്കണോ, എന്ത് വിളിക്കണം? അയാൾ അനുഭവിച്ച ഫ്രസ്ട്രേഷൻ, അയാൾ പോയ വഴി, അതെല്ലാം നോക്കുമ്പോൾ പോലും ഈ ടീമിലെ ഓരോരുത്തരും ലെജൻസ് ആണ്. ഈച്ച് പ്ലെയർ ഡിസേർവ്സ് സ്റ്റാൻഡിംഗ് അപ്ലോസ്. അത് തന്നെയാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. മത്സരം കഴിഞ്ഞിട്ട് 15-20 മിനിറ്റായി ഒരാൾ ആ സ്റ്റേഡിയത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഫ്രെയിം കണ്ടിട്ടേ ഓരോരുത്തരും തിരിച്ചു മടങ്ങൂ. അതിപ്പോ എത്ര ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാലും ശരി, അവർ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ടീം ആ വിശ്വ കിരീടം ഉയർത്താൻ വേണ്ടി തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യയെ നമുക്ക് ഫ്രെയിമിൽ കാണാം. 2024 ഇതേ T20 ലോകകപ്പിൽ അവസാനത്തെ ഓവർ എറിഞ്ഞ് ജയിപ്പിച്ചു തന്ന മുതല് ഹാർദിക്കിനും രോഹിത്തും കെട്ടിപ്പിടിക്കുന്ന ഐക്കോണിക് ഫ്രെയിം ഇന്നും ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ വാൾപേപ്പർ ആക്കാത്ത താരങ്ങൾ പോലും ഇല്ല. എന്തായാലും നമ്മൾ ആഗ്നയിലോട്ട് ഒന്നുകൂടെ പോകുന്നു. ആഗ്ന, കൊച്ചിയിലെ ആഘോഷങ്ങൾ ഒന്നുകൂടെ വിവരിക്കാമോ? അങ്ങനെ ആ മതിമറന്ന് ആഘോഷിക്കുന്ന എത്ര പേരെ കാണാം? Controversial news of what happened in the Tri-Sport New Zealand. They had an opening partnership that may have given them a little bit of hope. And unfortunately for them, when Alan was dismissed, it just was a bit of a procession of wickets from then on. 52 from Seifert, that makes him the fourth player to have a half century, a semi-final and a final of a T20 World Cup, but nowhere near enough. Santner, it was more about survival towards the end, and unfortunately, nowhere near the title. സഞ്ജുവിന്റെ നേട്ടമാണ് എല്ലാവർക്കും. It might look slightly easier when you've got 255 on the board. They're all pretty good. Arshdeep with his 4 overs, none for 32. He's still got to get the job done. സൂപ്പർ കളിയായിരുന്നു. ഇന്ത്യ ഇതുമാതിരി ഒരു വിജയം ഇനി ഉണ്ടാവില്ല. പൊരുതിയാണ് ജയിച്ചേക്കണത്. നല്ല വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചറപുറ വിക്കറ്റാ പോയേക്കണത്. ഇതിലുപരി അഭിമാനം നമുക്കിനി എന്താ വേണ്ടത്? നമ്മുടെ ഇന്ത്യ വിജയിച്ച് നമ്മുടെ അഭിമാനമാണ്. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് ഇവിടെ കണ്ടില്ലേ, ഇത് ഇത്രയും പിള്ളേരും നാട്ടുകാരും എല്ലാവരും ഈ ഗ്രീസ് പബ്ലിക് സ്കൂള് ഇതിനു വേണ്ടി ഒരുക്കി തന്ന സാബ് സാറിനോട് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കണേണ്. സ്വന്തം ആദ്യമായിട്ടാണ് ഇന്ത്യ സ്വന്തം നാട്ടിൽ വേൾഡ് കപ്പ് നടന്നത്. ഒരു രാജ്യം പോലും വേൾഡ് കപ്പ് സ്വന്തം നാട്ടിൽ നേടിയിട്ടില്ല. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം രാജ്യത്ത് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്? മലയാളി കരുത്ത് സ്വന്തം രാജ്യത്തിൽ നേടിയിട്ടുള്ളത്. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഒരു രാജ്യം നേടിയിട്ടില്ല. അത് ഞങ്ങൾ പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം പിടിച്ചെടുത്തു. സ്വന്തം രാജ്യത്തിന് വേൾഡ് കപ്പ് ഞങ്ങൾ പിടിച്ചെടുത്തു. ഒരു രാജ്യവും എടുക്കാൻ പറ്റാത്ത ഒരു വേൾഡ് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവം ഞങ്ങൾ പിടിച്ചെടുത്തു. ആരും പിടിച്ചെടുത്തു? ഞങ്ങൾ വിഴിഞ്ഞം പിടിച്ചെടുത്തു. വിഴിഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 3 ദിവസം മുമ്പേ അവിടെ നോക്കൂ, ലോർഡ്സ് ടീമിന്റെ ഞങ്ങളെ ലോർഡ്സ് ടീമിന്റെ കട്ടൗട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ആ കട്ടൗട്ട് വയ്ക്കണം പറഞ്ഞിട്ട് അതേ രീതിയിൽ നമ്മളെ പയ്യൻ ഇന്ന് വിലസി ജാമി. ഞങ്ങൾ ലോർഡ്സ് ടീമിന് വളരെ അഭിമാനം. What a great moment, Irfan. I'm sure you're with 1.4 billion people as they cherish this victory. Absolutely. One of the greatest moments. കാറ്റോട് കണ്ടു ഭയങ്കര സങ്കടം. മാറ്റിയിട്ട് 3 കളി, ഒരു 5 കളി കളിക്കായിരുന്നു മാറ്റി. അന്നേരം ക്യാരി അടിച്ചെടുക്കുമ്പോൾ ആരും അടിക്കും. കോഹ്ലി റെക്കോർഡ് കൂട്ടിയുണ്ട്. കണ്ട കോഹ്ലി റെക്കോർഡ്. സഞ്ജു പയർ എന്ത് കണ്ടല്ലോ.